അമ്മ പ്രസിഡന്റ് സ്ഥാനം മോഹൻലാൽ രാജിവെച്ചു. അപ്പോൾ രാജിയോടൊപ്പം തന്നെ അദ്ദേഹം എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നാകെ രാജിവെക്കുന്നത്, ഇല്ലാതാകുന്നത്. ഭരണ ചുമതല താൽക്കാലികമായി അഡ്ഹോക് കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങൾക്കെതിരെ സിനിമാ രംഗത്തെ നടിമാർ, പെൺകുട്ടികൾ ഉന്നയിച്ച ആരോപണങ്ങൾ ഉയരുകയും പൊതുസമൂഹം അത് ചർച്ച ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിലാണ് മോഹൻലാലിൻ്റെ രാജി. ധാർമ്മികതയുടെ പേരിലാണ് ഈ രാജിയെന്നും തീരുമാനമെന്നും അദ്ദേഹം പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്തുകൊണ്ട് മോഹൻലാൽ പ്രതികരിക്കുന്നില്ല, മമ്മൂട്ടി പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യമാണ് അന്തരീക്ഷത്തിൽ ഉയർന്നിരുന്നത്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഏതാണ്ട് ഒരാഴ്ച നീണ്ട മൗനത്തിന് ശേഷം മോഹൻലാൽ ഇപ്പോൾ ആ മൗനമാണ് ഭഞ്ജിച്ചിരിക്കുന്നത്. എന്തായാലും മോഹൻലാലിൻ്റെ രാജിയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഇല്ലാതാകലും ഒരു പുതിയ കാലത്തേക്ക് നമ്മുടെ ചലച്ചിത്ര രംഗം മാറും എന്നതിൻ്റെ സൂചനകളാണ്. കാരണം പുതിയ തലമുറ വരട്ടെ, വീണ്ടും ശക്തമായി മിടുക്കന്മാരായ ആളുകളുമായി അമ്മ സജീവമായി മുന്നോട്ട് പോകുമെന്ന കാര്യവും മോഹൻലാൽ പത്രക്കുറിപ്പിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ നടൻ ജോയി മാത്യുവിൻ്റെ പ്രതികരണം മാധ്യമപ്രവർത്തകർ ആരാഞ്ഞിരുന്നു. അപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്നുള്ള നിലയിലും ഇപ്പോൾ നിലവിൽ വന്ന അഡ്ഹോക് കമ്മിറ്റി അംഗം എന്ന നിലയിലും ജോയി മാത്യു നടത്തിയ പ്രതികരണം വളരെ ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം പറയുന്നത് 4.5 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊഴിച്ചു വെച്ച സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് ഈ സംഭവങ്ങളിലെ പ്രധാന കുറ്റവാളി. ധാർമ്മികതയുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കുകയാണ് വേണ്ടത്. കാരണം സിനിമാക്കാരായ കലാകാരന്മാരായ ഞങ്ങൾ ധാർമ്മികതയുടെ പേരിൽ എടുത്ത ഈ തീരുമാനമെങ്കിലും രാഷ്ട്രീയക്കാരായ MLA-മാരായ മന്ത്രിമാരായ ആളുകൾക്ക് ഉണ്ടാകേണ്ടതാണ്. കാരണം ഒരു ഹൈക്കോടതി ജസ്റ്റിസ് അന്വേഷണം നടത്തി അവർ കണ്ടെത്തിയ കാര്യങ്ങൾ, ആ കമ്മിറ്റിക്ക് മുന്നിൽ നടിമാർ നൽകിയ മൊഴികൾ, പരാതികൾ, തെളിവുകൾ, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നടപടി എടുക്കേണ്ടിയിരുന്ന ഒരു മന്ത്രി 4.5 വർഷത്തിലേറെ ആ റിപ്പോർട്ട് പൊടിച്ചു വെച്ചത് അതീവ ഗുരുതരമായ കുറ്റമാണ്. അപ്പം അതുകൊണ്ട് രാജി വെക്കേണ്ടിയിരുന്നത്, മോഹൻലാലിനേക്കാൾ മുമ്പ് രാജിവെക്കേണ്ടിയിരുന്നത് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് എന്നാണ് ജോയി മാത്യു പ്രതികരിച്ചത്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഇത് വലിയ സംഭവമല്ലേ, അമ്മയുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും അടക്കം എല്ലാവരും രാജിവെച്ച് ഒഴിഞ്ഞ ഒരു സന്ദർഭം വലിയ പ്രതിസന്ധിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ജോയി മാത്യുവിൻ്റെ മറുപടി അതിനേക്കാൾ രസകരമായിരുന്നു. എന്തായാലും ദിലീപിൻ്റെ കേസിനേക്കാൾ വലിയ സംഭവമൊന്നും അല്ല ഇത്. ആ കേസ് പഠിച്ചിട്ട് നിങ്ങൾ സംസാരിക്കൂ. അതായിരുന്നു അമ്മയെ സംബന്ധിച്ച് വലിയ വിഷയം. കാരണം ആ കാലത്ത് ദിലീപ് അമ്മയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ആ സമയത്ത് നടന്ന ഒരു ക്രിമിനൽ കുറ്റത്തെക്കാൾ ഗൗരവമുള്ള സംഭവമല്ല ഇപ്പോഴത്തെ കാര്യങ്ങൾ. അത്രയ്ക്ക് അതീവ ഗൗരവം ഉള്ളതായിരുന്നു ദിലീപിൻ്റെ വിഷയം. മുകേഷിൻ്റെ രാജിയെക്കുറിച്ചുള്ള ചോദ്യത്തിനും ജോയി മാത്യു വ്യക്തമായ മറുപടി നൽകി. അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ മുകേഷ് അമ്മയുടെ ഭാരവാഹിയില്ല. അപ്പോൾ മുകേഷ് തുടരണമോ രാജിവെക്കണമോ എന്നെല്ലാം തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ്. അത് പാർട്ടി തീരുമാനിക്കട്ടെ. സജി ചെറിയാൻ്റെയും മുകേഷിൻ്റെയും കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അവരും അവരുടെ പാർട്ടിയുമാണ്. എന്തായാലും ദിലീപ് നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതിയാക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് ആരംഭിച്ച പൊട്ടിത്തെറി അവസാനം വലിയ ഒരു ദിശാമാറ്റത്തിലേക്ക്
താരസംഘടനയെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇതെല്ലാം പറയുമ്പോൾ തന്നെ ഈ താരസംഘടന പഴയകാല കലാകാരന്മാർക്ക് വേണ്ടി നടത്തി വരുന്ന ജീവകാരുണ്യപരമായ കാര്യങ്ങൾ, മാസം തോറും നൽകുന്ന 5000 രൂപ, അവർക്ക് നൽകുന്ന ചികിത്സാ സഹായങ്ങൾ, ആരോഗ്യ ഇൻഷുറൻസ്, അങ്ങനെയുള്ള ഒരുപാട് ജീവകാരുണ്യപരമായ കാര്യങ്ങളും അമ്മ സംഘടന ചെയ്യാറുണ്ട്. അതുകൊണ്ട് താരസംഘടനയെ, എല്ലാ താരങ്ങളെയും ഉൾക്കൊള്ളുന്ന സംഘടനയെ അടച്ചാക്ഷേപിക്കുന്ന ഒരു നിലപാട് ശരിയല്ല എന്ന കാര്യം കൂടി നാം ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്.